ഇവിടുന്ന് ട്രെയിനിൽ കയറി ഡൽഹിയിൽ എത്തുന്നത് വരെ ഒരു കാരണവശാലും ട്രെയിനിൽ നിന്ന് ഇറങ്ങരുത്. നീ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ എന്നെ വിളിക്കണം. അവിടുന്ന് കയറാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ? നീ എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പോൾ തന്നെ വരും. ആരെങ്കിലും ഒക്കെ വരുന്നതിന് മുമ്പ് വേഗം കയറി പൊയ്ക്കോ. ജീവ, ഒന്നും ഓർത്ത് പേടിക്കണ്ട, പൊയ്ക്കോ. ഹലോ ജീവ, ഞാൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി എയർപോർട്ടിലേക്ക് പോകുക. ഇവിടെ പേടിക്കാൻ വിധം ഞാൻ ആരെയും കാണുന്നില്ല. ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ട് വിളിക്കാം ഇനി. भैया, यहाँ से दिल्ली एयरपोर्ट तक जाने में कितनी देर लगेगा? बस 1 घंटे. एक मिनट. Where are you? ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. എന്താ അവരുടെ മുന്നിലേക്ക് അറിഞ്ഞുകൊണ്ട് ചാടാൻ വേണ്ടിയാണോ ഇത്രയും താമസിക്കുന്നത്? അല്ല, ഞാൻ എത്രയും പെട്ടെന്ന് വരാം. ജീവനോട് ഇവിടെ എത്തണമെങ്കിൽ എല്ലാം വേഗം ആയിക്കോട്ടെ. അറിയാലോ അവരുടെ കയ്യിൽ നിന്നെ കിട്ടിയാലുണ്ടാവുന്ന അവസ്ഥ. അറിയാം. ഇപ്പോൾ നീ ഉപയോഗിക്കുന്ന സിം അതെവിടെയെങ്കിലും ഉപേക്ഷിച്ചേക്ക്. ആരും നിന്നെ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പാടില്ല. ഇവരെവിടെയും വന്നു. ഞാൻ എന്ത് ചെയ്യും? എവിടെ പോയി വിളിക്കും? Funny, you are trapped. വിൻസൻ, ആളെ കിട്ടി. വാണി, നീ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിന്നെ അത്രയ്ക്കും വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ സാറ്. നീ എന്നിട്ടും സാറിനോട് വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? ഇനി നിന്റെ അവസ്ഥ എന്താകുമെന്ന് ഞങ്ങളെക്കാളും കൂടുതൽ നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. ഇനിയെങ്കിലും സാറ് ചോദിക്കുന്നതിന് നീ ഉത്തരം പറയ്. നീ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നീ അതൊക്കെ സാറിനോട് പറ. ഇനിയും നീ വിശ്വാസവഞ്ചന കാണിക്കാനാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിന്റെ കാര്യത്തിൽ. എനിക്കൊന്നും അറിയില്ല നാദിയ. വീണ്ടും കള്ളത്തരങ്ങൾ പറയല്ലേ നീ. ഹേ ഗായ്സ്, വിൻസെന്റ് സാർ ഈസ് ഓൺ ദ വേ. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജെനി പ്ലീസ് ഹെൽപ്പ് മീ. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കൂ. സോറി വാണി, ഐ കാൻറ്റ്. അഗസ്റ്റിൻ എന്നോട് നിന്റെ കയ്യിൽ നിന്ന് ആ ചിപ്പ് വാങ്ങണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. അഗസ്റ്റിൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നീയും വിൻസെന്റ് തമ്മിൽ പ്രണയത്തിലാകാനല്ല, ആ ചിപ്പ് എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ നീ വിൻസെന്റ് പ്രണയത്തിലെല്ലാം അങ്ങ് മറന്നു. ആ ചിപ്പ് എവിടെയെന്ന്? നോ, തരില്ല. നീ എന്നെ ഇവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷിക്കുക. ശേഷം അഗസ്റ്റിക്ക് ഈ ചിപ്പ് ഞാൻ നേരിട്ട് കൊടുത്തോളാം. നിന്നെ എനിക്കിനി രക്ഷിക്കാൻ കഴിയില്ല. കാരണം നിന്റെ മുന്നിൽ ഇനി മരണം എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ അഗസ്റ്റിൻ നിന്നെ കൊല്ലും. ഇവിടെയാണെങ്കിൽ നിന്നെ വിൻസനും കൊല്ലും. നിന്റെ മുന്നിൽ വേറൊരു വഴിയുമില്ല. സോ ആ ചിപ്പിങ്ങെടുക്ക്. എന്റെ മരണം ഉറപ്പായ സ്ഥിതിക്ക് ഇനി ആ ചിപ്പ് അഗസ്റ്റിന് കിട്ടാൻ പോകുന്നില്ല. സ്മാർട്ട്നെസ് നല്ലതാ വാണി. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം. ഇപ്പോഴും നിന്റെ അച്ഛനും അമ്മയും
അഗസ്റ്റിന്റെ അടുത്താണെന്ന്. വിൻസൻ വരുന്നതിന് മുമ്പ് ആ ചിപ്പ് ഇങ്ങ് താ വാണി. ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? പറ, എന്നോട് ഇത്രയും വലിയ ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന്? ഞാൻ ഇത്രയും നാൾ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നീയും നിന്നെ പറഞ്ഞു വിട്ടവനും കൂടി പങ്കുവെച്ചെടുത്തോ? എനിക്കിനി അതൊന്നും വേണ്ട. എന്റെ വേഗ എവിടെയാ? ചെലമി, നീ അവളെ എന്താ ചെയ്തേ? എനിക്കറിയില്ല വിൻസൻ. അവൻ എന്റെ പെങ്ങളെ എവിടേക്കാ കൊണ്ടുപോയതെന്ന് നിനക്കറിയാം. ഇനി നിനക്ക് രക്ഷയില്ല വാണി. Don't kill me. ജെനി, ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിക്കാൻ നോക്ക്. കൊല്ലരുത്. അല്പ ജീവനെങ്കിലും ബാക്കി വെച്ചേക്കണം. സാർ, അത് I'm sorry, sir. അവൻ ജെനിയിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം. യെസ്. എന്റെ വാണി, നിന്റെ ഒരു ഗതികേടെ. നിന്നെ എത്രയൊക്കെ കഷ്ടപ്പെടുത്താതെ വേദനിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് നിന്നെ പറഞ്ഞയക്കണമെന്ന് എനിക്കുണ്ട്. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് വിൻസൻ. എന്നാ സത്യം പറഞ്ഞാൽ നിന്നെ കൊല്ലണമെന്ന് അഗസ്ത്യനും. ഞാൻ വെന്നിനോടൊന്നും പറയില്ല. ഇവിടെ ഇപ്പോൾ നീയും ഞാനും മാത്രമല്ലേ ഉള്ളൂ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തു. രക്ഷപ്പെടുത്താനോ? അത് പറ്റില്ല. വന്നല്ലോ ഞാൻ. ജെനി, നമ്മൾ ലേറ്റ് ആയി എന്നാ തോന്നുന്നത്. എക്സ്ക്യൂസ് മീ, ഇവിടത്തെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇന്റർവ്യൂവും കഴിഞ്ഞു, ആളെയും തിരഞ്ഞെടുത്തു. ഷേ, നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. ആരെ സെലക്ട് ചെയ്തത്? ദാ ആ കുട്ടിയെ. ഇനി ഈ കമ്പനിയിലേക്ക് വേറെ വല്ല ഒഴിവുകളും ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് അത് ബോയ്സിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ ആണ്. അതെന്ത് ജോലിക്ക് വേണ്ടിയുള്ളതാ? ബോഡി ഗാർഡ്സ്. ഓ, ഞങ്ങൾക്കറിയാം ഒരാളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. ഞങ്ങളെയും കൂടി ആ ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്താമോ? അത് പറ്റില്ല. അതെന്താ, ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ടാണോ? ഞങ്ങൾക്കൊരു ചാൻസ് തന്നെ നോക്കുന്നേ. അലൻ, പോകാം. യെസ്. ഇവരൊക്കെ ആരാ? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നവരാണ്, പക്ഷെ ലേറ്റ് ആയി പോയി. ഓ, നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവന്റെ കയ്യിൽ കൊടുത്തോ? ഇനി വേക്കൻസി വരുമ്പോൾ അറിയിക്കാം. അത് വേണ്ട, ഞങ്ങൾക്ക് ബോഡി ഗാർഡ്സിന്റെ വേക്കൻസിയിലേക്ക് അവസരം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഓ സോറി, ബട്ട് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് മെൻസിനാണ്. ബട്ട് സാർ, ഞങ്ങളെ കൊണ്ട് ഇവര് ചെയ്യുന്നത് പോലത്തെ ജോലികളൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ അത്രയ്ക്കും കോൺഫിഡന്റ് ആണെങ്കിൽ നാളെ ഒന്ന് വന്ന് നോക്കൂ. താങ്ക് യു സോ മച്ച് സാർ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്, എന്നിട്ട് എന്നെ അറിയിക്കൂ. ഓക്കെ. കൂടുതൽ എക്സൈറ്റഡ് ആവണ്ട നീ. നിന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് പറയുക.
നമ്മൾ ഇവിടെ ആര് പറഞ്ഞിട്ട് വന്നതാണെന്നും എന്തിനു വേണ്ടി വന്നതാണെന്നും എപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അയ്യോ, എനിക്കറിയാം നമ്മൾ ഇവിടെ എന്തിനു വന്നതാണെന്നൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. അഗസ്ത്യൻ പറഞ്ഞത് എന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഇവിടെ നിന്നാൽ മതി. അകത്തേക്ക് സെക്യൂരിറ്റീസിന് പ്രവേശനമില്ല. വിൻസനും പിയയ്ക്കും മറ്റ് സ്റ്റാഫുകൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ. ഞങ്ങളുടെ ഇന്റർവ്യൂ എപ്പോഴാ? ഐ ഡോണ്ട് നോ. ഇവിടെ എന്താ കാർ നിർത്തിയത്? ആ പ്ലേസ് കണ്ടോ? അത് വിൻസന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് വിൻസൻ ഇവിടെ വരാറുണ്ട്. ഹലോ, എന്താ മമ്മി? നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് വേഗം അങ്ങോട്ട് വരാം. ഓ മമ്മി, ഞാൻ പറഞ്ഞിട്ടില്ലേ ആരും ഇങ്ങോട്ട് വരരുതെന്ന്. എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ. ഇനി അവൾ ഇങ്ങോട്ട് വന്നാൽ അവളെ ശ്രദ്ധിക്കാനുള്ള ടൈം ഒന്നും എനിക്ക് കിട്ടില്ല. അവൾക്ക് നിന്നെക്കാളും വാശിയാണെന്ന് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടൊന്നും അവള് കേൾക്കുന്നില്ല. അവളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ, പറഞ്ഞിട്ട് മനസ്സിലാക്കാതിരിക്കാൻ അവൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല. നാളെ വൈകുന്നേരം അവള് വരും. അവളെ ചെന്ന് പിക്ക് ചെയ്യണം. അലൻ, അവരോട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ. നാളെ വേഗം വരും. ദേഹേനെ കൂട്ടിക്കൊണ്ട് വരാൻ അവരിനാരെങ്കിലും നീയും പോണം. ആ ഓക്കെ, നിങ്ങൾക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ? ഇന്റർവ്യൂ ഒന്നുമില്ല, നിങ്ങൾക്ക് നാളെ തന്നെ ജോയിൻ ചെയ്യാം. ജെൻസന്റെ നിങ്ങൾ എങ്ങനെ കാണാനിരിക്കുന്നത്? അത് വരുമ്പോ കണ്ടാ പോരെ. ഹേ അലൻ, വാട്ട്സ് അപ്പ്? I'm fine. What about you? I'm fine too. Hello. Vin. എന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്താ നിനക്ക് മനസ്സിലാകാത്തത്? അലൻ. വിൻസൻ, അവള് വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഷട്ടാപ്പ് അലൻ. പറയുന്നതൊന്നും കേൾക്കാത്തതിന് നല്ല തല്ല് കൊടുക്കുക വേണ്ടത്. ഹേ വാണി, ഹെൽപ്പ് മീ. വിൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, അവിടെ എന്താ കൊച്ചു കുട്ടിയാണോ? നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, അപ്പോൾ ഇങ്ങോട്ട് കാണാൻ വരാനല്ലേ പറ്റൂ. നീങ്ങ് വന്നേ. അത് അവരുടെ കുടുംബകാര്യം. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. വാണി കൊള്ളാല്ല. വാണി, നമുക്കില്ലേ ഇന്ന് വിന്നിന്റെ കമ്പനിയിലേക്ക് പോകാം? പോകാം. ഞാൻ അലനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ജിനി, നീയും വാ. നിങ്ങൾ പോയിട്ട് വാ. ചുമ്മാ വാ ജിനി. എല്ലാവരും പോയാൽ ഇവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ പൊക്കിയോ. വാണി, ഞാൻ ഇവിടെ ചിപ്പ് ഉണ്ടെന്ന് നോക്കാം. ആ ശരി. എന്നാൽ ഇത് എവിടെയാ? ഇനി ഇവിടെ ആയിരിക്കില്ലേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഹലോ അഗസ്ത്യൻ, ഞാൻ എന്നെക്കൊണ്ട് ഇവിടെ പറ്റാവുന്ന രീതിയിലെല്ലാം തിരഞ്ഞു, പക്ഷേ ഇവിടെ ഒന്നും കണ്ടില്ല. വാണിക്ക് ഫോൺ കൊടുക്കുക. വാണി ഇവിടെയില്ല. അവർ വിൻസന്റെ സിസ്റ്ററിനെയും കൊണ്ട് അവരുടെ കമ്പനിയിലേക്ക് പോയിരിക്കുക. ഓ, അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അല്ല, കൂടെ 3 ബോഡി ഗാർഡ്സ് ഉണ്ട്. അവര് വേറെ കാറില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. വിൻസൻ താനെ ചിപ്പ് എനിക്ക് കൊണ്ടുതരും. വാണി, നമ്മുടെ പുറകിലുണ്ടായിരുന്ന ബോഡി ഗാർഡ്സിന്റെ കാർ ഇവിടെ? ശരിയാണല്ലോ. നമ്മളെ വേറെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോ? അത് അഗസ്റ്റിന്റെ കാറാണല്ലോ. ഞാൻ വിന്നിനെ വിളിക്കാം. വിന്നിനെ വിളിക്കണ്ട, അലനെ വിളിക്കുക.
നീ ഇതിനകത്തിരുന്നോണം, വെളിയിലിറങ്ങരുത്. വാണി, നിനക്ക് ഞാനാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്താ കാർ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്? നീ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തു വന്നത്? ഹേയ്, അതൊന്നുമല്ല. ഞാൻ ദേ ആ കാറിലിരിക്കുന്നവളെ കൊണ്ടുപോകാൻ വന്നതാ. വേഗ എന്തിനാ നിനക്ക്? നമുക്ക് വേണ്ടത് ചിപ്പല്ലേ? അതിന് വിൻസൻ അത് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഇവളെ ഞാനങ്ങ് കൊണ്ടുപോകാം. അപ്പോൾ താനും വിൻസന് ചിപ്പ് എന്റെ അടുത്ത് കൊണ്ടുതരും. അങ്ങനെ ചെയ്യരുത്. എന്റെ തീരുമാനങ്ങളെ എതിർക്കാറായോ നീ? അവളെ പിടിച്ചുകൊണ്ടുവാ. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് വേണ്ട. ഞാൻ സമ്മതിക്കില്ല അഗസ്ത്യൻ. ഞാൻ പറഞ്ഞതാണ്, നിനക്കും അറിയാലോ. പിടിച്ചോണ്ട് വാ അവളെ. അഗസ്ത്യൻ വേണ്ട. മാറി നിൽക്കുവാണി. ഇതിൽ നീ തലയിടേണ്ട കാര്യമില്ല. വാണി, വേഗയെ ആരും തൊടില്ല. അറിയാതെ പറ്റിയതാ, ഒരു കയ്യബദ്ധം. നിന്നെയൊക്കെ വാണി. അവര് വരുന്നതിന് മുമ്പ് പോ അഗസ്ത്യൻ. ചിപ്പ ഞാൻ കൊണ്ടുതരാം. പോ ഇവിടുന്ന്. വാണി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ വാണി, ആരായിരുന്നു അവര്? അഗസ്ത്യൻ. ഒരു കാലത്ത് അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്തിരുന്ന പ്രൊജക്റ്റിൽ അവന് കിട്ടാത്ത പ്രശസ്തി അംഗീകാരവും എനിക്ക് കിട്ടി. അന്ന് തുടങ്ങിയതാണ് അവൻ്റെ ഈ പക. വാണി, എങ്ങനെയുണ്ട് ഇപ്പോൾ? നല്ല പെയിൻ ഉണ്ട്. ബോഡി ഗാർഡിനും ഒരു ബോഡി ഗാർഡിനെ വെക്കണോ? ദിൻ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അതിന് കാരണം വാണിയാണ്. ഇവൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കാൻ കാരണം നീയാണ്. ഇയാൾ റെസ്റ്റ് എടുത്തോ, ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം. ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞയാള് പിന്നീട് ആ വരവ് സ്ഥിരമാക്കി. നിങ്ങൾ എന്തിനാ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്? അത് വെറുതെ. സാറിന് വേറെ വർക്കൊന്നും ഇല്ലേ? ഉണ്ട്. എങ്കിൽ ശരി. ഞാൻ അവിടെയെല്ലാം സെർച്ച് ചെയ്തതാ. ഞാൻ ഒന്നുകൂടെ നോക്കാം. രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ? നീ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനി ഇത് എവിടെയായിരിക്കും വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോ വർക്കിംഗ് റൂമിലായിരിക്കുമോ? ഇതാണോ ചിപ്പ്? നീ എന്താ എന്റെ റൂമിൽ ചെയ്യുന്നത്? ഞാൻ അന്വേഷിച്ചു വന്നതാ. ആര്? ആരെയുമല്ല, ഈ ഫയല്. നിനക്കെന്തിനാ ഈ ഫയൽ? അതെന്നോട് നാദി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു.
എൻ്റെ പെങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്. ഉം? എനിക്കും തന്നെ ഇഷ്ടമാണ്. ആ? വിൽ യു ബി മൈ വൈഫ്? നോ, പറ്റില്ല. ഞാൻ ഒരിക്കലും തനിക്ക് ചേർന്നൊരു പെണ്ണല്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും പറ്റില്ല. Then ഞാൻ എവിടെ കിടക്കുന്നത്? തന്റെ പൊസിഷൻ എന്താണ്? Then താൻ തന്റെ പൊസിഷനിൽ ചേർന്ന ഒരാൾ ചൂസ് ചെയ്യും. എന്നെ പോലൊരു പെണ്ണിനെ നോ, നെവർ. താൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ അല്ലേ? ഈ ഏറ്റക്കുറച്ചിലുകളല്ലാതെ നിനക്ക് എന്നെ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല വിൻ. എന്തായാലും ഈ ചിപ്പ് ജെനി കാണാതെ എവിടെയെങ്കിലും വെക്കണം. മറ്റൊരാളുടെ കഷ്ടപ്പാടിലെ അവസ്ഥ തട്ടിയെടുക്കാൻ നോക്കുന്നത്. വാണി, ചിപ്പ് കിട്ടിയോ നിനക്ക്? ഇല്ല ജെനി, ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. ഒരു പക്ഷേ കമ്പനിയിലാണെങ്കിലോ വെച്ചിരിക്കുന്നത്. അവൾ കള്ളം പറയുകയാണ് അഗസ്റ്റിൻ. ഞാൻ വെന്നിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? വേണ്ട, ചിലപ്പോൾ എന്നെ കൊല്ലം മടിക്കില്ല. ഒന്നും വേണ്ടിയിരുന്നല്ല എന്നൊരു തോന്നൽ മനസ്സ് മാറി തുടങ്ങിയ. ജീവൻ, ഹലോ, എന്നാ ഉണ്ടടി, സുഖമാണോ? ഏയ് അത്ര സുഖമൊന്നുമില്ല. ചെയ്യണതൊക്കെ ഒരു തെറ്റാണെന്നൊരു തോന്നൽ. അതന്നെ ഇപ്പൊ അങ്ങനെ തോന്നാൻ ഇത്രയും നാളില്ലാത്ത ഓരോ തോന്നലുകളെ. അറിയില്ല, ഇത്രയും നാൾ അഗസ്ത്യം പറയുന്നത് അതേപോലെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതനുസരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ജീവൻ, ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിൽ നിന്നുള്ള കോളാണോ? ആ, ആയിരുന്നു. പിന്നെ ഇതിനെ കട്ടാക്കിയത്? സംസാരിക്കായിരുന്നില്ലേ? ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. എന്നോട് ഇതുവരെ ആരും നോ പറഞ്ഞിട്ടില്ല. താൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പ്രപ്പോസ് ചെയ്ത് വേറെ ആരും നോ പറയില്ല. അതുകൊണ്ട് നിന്റെ ഇഷ്ടമുള്ള ഒരാളെ കിട്ടും. എനിക്ക് തന്നെ മതി. എന്നെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ തന്നെ എന്നെ വേണ്ടെന്ന് പറയും. അതെന്താ, നീ എന്റെ എനിമീസിന്റെ വലം കൈ വല്ലതുമാണോ? എന്നെ വേരോടെ പിഴുതെറിയാൻ വന്നതാണോ? എനിക്ക് എന്റെ സമ്പത്ത്, എന്റെ ഈ സാമ്രാജ്യം അതൊക്കെ നഷ്ടമാകുന്നത് അതൊന്നും ഞാൻ കാര്യമാക്കില്ല. പക്ഷേ എന്റെ ഫാമിലി, അതെനിക്ക് വലുതാ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാണുന്ന വിന്നായിരിക്കില്ല. അപ്പോൾ ആരാണെങ്കിലും കൊന്നു കളയും ഞാൻ. വാണിയുടെ പാരൻസിന്റെ നമ്പർ എനിക്ക് താ, അവരോട് ഞാൻ സംസാരിക്കാം. എന്ത് പറയുന്നു? ഇയാൾക്ക് ശരിക്കും വട്ടാണോ? സമ്മതിച്ചു കൊടുക്കേണ്ട വാണി. ഇവരുടെ ഹസ്ബൻഡ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് രണ്ടിനും തലയ്ക്കോളം. നമ്മൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? ഇതുവല്ലാതെ അഗസ്ത്യൻ അറിഞ്ഞാൽ നിന്റെയും എന്റെ വീട്ടുകാരുടെയും അവസ്ഥ എന്താകുമെന്ന് അറിയാലോ. എന്നെ കൊണ്ട് ഇതൊന്ന് അഗസ്ത്യനോട് പറയിപ്പിക്കാൻ ഇട വരുത്തരുത്. വാണി, ഞാൻ പാർക്കിംഗ് ഏരിയയിലുണ്ട്. നീ ഇങ്ങോട്ട് വാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഞാൻ വരാനല്ലേ പറഞ്ഞത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് പിടിക്കാം. ഇതെന്തിനാ? നീ എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞില്ലേ? വേറെ ഒരുത്തനെ കണ്ടപ്പോൾ നീ അതൊക്കെ മറന്നു. നീ എനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്. ചിപ്പ് ഇതുവരെയും നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരങ്ങ് കൊന്നു കളഞ്ഞേക്കും. എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. ഞാൻ ഉടനെ ചിപ്പ് കണ്ടുപിടിച്ച് തരാം. അവനെ അങ്ങ് തീർത്തു കളയുവാണ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ചെല്ലു വാണി, ചെല്ല്.
നീ എവിടെ പോയത്? ഒരു കോൾ വന്നു. അലൻ കാർ എടുത്തോളൂ, ഞാൻ വിന്നിനെ വിളിച്ചോണ്ട് വരാം. ഉം. വിൻ, പോകാം. പോകാം. ഒന്ന് നിന്നെ. വാട്ട്സ് യുവർ പ്രോബ്ലം? എനിക്ക് പ്രോബ്ലം ഒന്നുമല്ല. യു ആർ ലൈയിങ്. വാണി, ആ വരുന്നു. എന്തിനായിരുന്നു ഇന്ന് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ ശ്രമിച്ചത്? എനിക്കറിയണമായിരുന്നു അവൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്ന്. ഇന്ന് അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. പക്ഷെ അവളെ കൊണ്ട് തന്നെ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യിക്കും. ജെനി, എനിക്കിനി ജോലി ചെയ്യാൻ കഴിയില്ല. ഞാൻ നേരിട്ട് അഗസ്റ്റിനോട് പറയാൻ പോകുക. എന്നെ കൊണ്ട് പറ്റില്ല ഇത്. എനിക്ക് ആ മനുഷ്യനെ ചതിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നിനക്ക് വിൻസൻ ഇഷ്ടമാണെന്ന് മാത്രം പറയരുത് നീ. അല്ല, ചേച്ചി. നിനക്ക് തരാൻ പറ്റിയോ? ഇല്ല, എന്റെ കൈ മുറിഞ്ഞില്ല. ആ. അഗസ്റ്റിൻ പറഞ്ഞിട്ടല്ല അയാള് പിന്നെ അറ്റാക്ക് ചെയ്തത്. അതെ, നീ എന്തോടി ചിപ്പ് കിട്ടിയിട്ട് ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞത്? നീ എന്താ കരുതി ഇതൊന്നും ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്നോ? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് നിന്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ടോ എന്ന് തിരക്ക്. ജെനി, ഹലോ അമ്മ. അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് സേഫ് ആയിട്ടുണ്ട് വാണി. അഗസ്റ്റിൻ, അവരൊന്നും ചെയ്യരുത്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വാണി ഒരു കാര്യം ചെയ്യും. ആ ചിപ്പും പിന്നീട് പെങ്ങളെയും കൂട്ടി നാളെ വാ. ഞാൻ നിന്റെ അച്ഛനെയും അമ്മയും വെറുതെ വിടാം. അങ്ങ് സമ്മതിച്ച് താ വാണി, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. നീ നിന്റെ ജീവൻ പോലെ നോക്കാതെയല്ലേ എന്നെ രക്ഷിക്കാൻ ഓടി വന്നത്? അതെ, ഞാൻ നിങ്ങളുടെ ബോഡിഗാർഡല്ലേ. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതല്ലേ എന്റെ ജോലി. അതല്ലാതെ വേറെ ഒന്നുമില്ലേ? ഇല്ല. മുഖത്ത് നോക്കി പറയടിക്കില്ല. आग लगाए सावन बैरी सावन बैरी सावन बैरी I will keep doing this until you stop me. से आग है भीगा भीगा सा है धुआं होना सुबह बेवजह ना जाए जाए ना ये घड़ी सावन बैरी सावन बैरी आग लगाए. നമ്മൾ എങ്ങോട്ടാ വാണി പോകുന്നത്? നീ എന്നോട് ക്ഷമിക്കണം. എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ.
ഞാനും ജെനി ഇങ്ങോട്ട് വന്നത് തന്നെ വിന്നിന്റെ ശത്രു അഗസ്ത്യൻ പറഞ്ഞിട്ടാണ്. ഞങ്ങളൊക്കെ അവൻ്റെ ആളുകളാ. പക്ഷെ നിനക്കും വിന്നിന് ദ്രോഹം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഇപ്പൊ നിന്നെയും കൂട്ടിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൻ എൻ്റെ അമ്മയും അച്ഛനെയും എന്തെങ്കിലും ചെയ്യും. നിവർത്തി കേടുകൊണ്ട. ഇതാ ശരിക്കുള്ള ചിപ്പ്. ഇത് നിന്റെ കയ്യിൽ വെച്ചോ. ആര് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും നിന്റെ കയ്യിലുണ്ടെന്ന് പറയരുത്. ഞാൻ പറയുന്നിടത്തേക്ക് ചിപ്പുമായി വാ. അപ്പോൾ വേഗയോ സർ, അവളെ എന്തിനാ നമ്മൾക്ക്? നിനക്ക് വാണിയെ ശരിക്കും അറിയില്ല. ഷീ സ്മാർട്ട്. ഷിപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമേ വേഗയെ തിരിച്ചയക്കാവൂ. വേഗ എൻ്റെ സെക്കൻഡ് പ്ലാനാണ്. എന്നെ ചതിച്ചിട്ട് പോകാമെന്ന് കരുതിയോ വാണി? ദെൻ വാണിയുടെ മൊബൈലിന്റെ ലൊക്കേഷൻ ഡൽഹിയിൽ വെച്ച് കട്ടായി. വാണി, നീ ഇനി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നീ ചത്തുപോകൂടി. ഞാൻ ചത്തല്ല ജീവിച്ചാലും നിനക്കെന്താ? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ല കണ്ടത്. നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചല്ലായിരുന്നോ? എന്നിട്ട് നീ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ വിന്നിന്റെ പെങ്ങൾ വേഗ എവിടെയാണെന്നൊന്ന് പറ. ആ ചിപ്പ് തന്നാൽ തീരാവുന്നതേ ഉള്ളൂ. നിന്റെ അച്ഛൻ, അമ്മ, വേഗ എല്ലാവരും ജീവനോടെ ഇരിക്കും. ഇതാ ഇനിയെങ്കിലും അവരെ വെറുതെ വിടാൻ പറ. ഓ, ഒരു ദിവസം കിട്ടുന്ന ലീവാ. നീ എന്നെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നത്? നിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടാൻ നീ എന്നെ എന്തിനാ കൂട്ടുപിടിക്കുന്നേ? അവരൊരു ഹോണ്ടഡ് ഹൗസ്. ഒന്നും മിണ്ടാതെ വാ ഏട്ടാ. ഏട്ടന്റെ സൗണ്ട് കേട്ട് പ്രേതങ്ങൾ വരെ ഓടിപ്പോകുമല്ലോ. ഓ, ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏറ്റവും പ്രശസ്തമായ ഒരു ഹോണ്ടഡ് ഹൗസിന്റെ മുന്നിലാണ്. എന്നത്തെയും പോലെ നമ്മുടെ ഏട്ടനും ഉണ്ട്. ഏട്ടൻ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ തേടിയാണ് ഗായ്സ്. കോപ്പാണ്. നമ്മളെ പോലെ വേറെ ആരോ ഇവിടെ വീഡിയോ എടുത്തെന്ന് തോന്നുന്നു. കാറിന്റെ ടയറിന്റെ പാടൊക്കെ ഉണ്ട് ഗൈസ്. ഏട്ടാ, ഡോർ തുറക്ക്. ഈ ഹോണ്ടഡ് ഹൗസിന്റെ പിന്നിലെ കഥ അറിയോ ഗൈസ്? ഇല്ല, ഞാൻ പറഞ്ഞു തരാം. അതെന്നെ പറഞ്ഞു തരണമല്ലോ. 11 കൊല്ലം മുന്നേ ഇവിടെ താമസിച്ചിരുന്നത് കുറച്ച് പ്രശസ്തമായ കുടുംബക്കാരായിരുന്നു. ഞാനൊക്കെ ചെറുതാന്ന് പറയുന്നത് കേട്ടാ തോന്നിയപ്പോ മൂത്തന്ന്. ഏട്ടനൊന്നും മിണ്ടാതിരിക്കുക. അങ്ങനെ ഇരിക്കെ അവരുടെ ഒരേ ഒരു മോളുടെ വിവാഹം തീരുമാനിച്ചു. പക്ഷെ മകൾക്ക് വേറൊരു പയ്യനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അതറിഞ്ഞ് അവളുടെ അച്ഛൻ ദുരഭിമാനകാലം ചെയ്തു. കല്യാണത്തിന്റെ അന്ന് ഈ വീടിന്റെ പിന്നിൽ ആരും അറിയാതെ കുഴിച്ചിട്ടത്. എന്നിട്ട് നീ എങ്ങനെ അറിഞ്ഞു? കഥ പറയുമ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഗായ്സ്, ഇപ്പോഴും ആ മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാ പറയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഇതൊരു ഹോണ്ടഡ് ഹൗസ് ആയത്. ഇങ്ങനെ സമ്മതിക്കുന്നില്ലല്ലോ. മാനവേട്ട, ആരോ കരയുന്ന സൗണ്ട് ഞാനും കേട്ടു. അയ്യോ, നിക്ക്. എക്സ്ക്യൂസ് മീ. എടാ, ആരോ കെട്ടിയിട്ടേക്കോടാ. പ്രേതങ്ങൾ അങ്ങനെ പല വിദ്യകളും കാണിക്കും. നമുക്ക് പോകാം. നിക്ക് നീ കുട്ടി. അതെ, നീ വന്നേ. കോപ്പൻ, ഇത് പ്രേതമൊന്നുമല്ല, മനുഷ്യ കൊച്ചാ. അവൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഓ, നിന്നെയൊക്കെ കൊണ്ട് കണ്ടുപിടിക്കും അവളെ. കുട്ടി ആരാ? ഇവിടെ എങ്ങനെ? അതും ഇങ്ങനെ കെട്ടിയിട്ട്? എന്നെ കിഡ്നാപ്പ് ചെയ്തതാ. എനിക്ക് ഫോൺ ഒന്ന് തരാമോ? എന്റെ ചേട്ടനെ വിളിക്കാനാ. ആ, ഏതാ? എന്താ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. എവിടെയാ തനിക്ക് പോകേണ്ടത്? ഞങ്ങൾ കൊണ്ടുപോകാം. തന്റെ പേര് പറഞ്ഞില്ല. വേഗ. ഞാൻ മൃദുൽ. ഇതെന്റെ ഏട്ടൻ മാനവ്. എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതിയതല്ല. ഒരുപാട് നന്ദി. ആക്ച്വലി അതിന്റെ ക്രെഡിറ്റ് മൊത്തം എനിക്കാ. ഞാൻ കാരണം അവിടേക്ക് വന്നത് തന്നെ. അല്ലെങ്കിൽ ഇയാൾ അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. താങ്ക്സ്. എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? അവരെങ്ങാനും എന്നെ കണ്ടുപിടിച്ച നിങ്ങളെ ബാക്കി വെക്കില്ല. അവര് കൊന്നു കളയും.
എത്രയും പെട്ടെന്ന് നമ്മൾ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് എത്തിയാൽ നമ്മൾ സേഫാണ്. ഏട്ടനാരാ? ബിസിനസ് മാനാണ് വിൻസൻ. എന്നാ വാ നമുക്ക് ഇറങ്ങിയേക്കാം. വാണി, എവിടെയാടി എന്റെ പെങ്ങൾ? എനിക്കറിയില്ല. എന്നെ വീട് പ്ലീസ്, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ. എന്റെ സന്തോഷമെല്ലാം തല്ലിക്കെടുത്ത് നിനക്ക് പോണമല്ലേ? എന്നെ പറഞ്ഞു വിട്ടവനവിടെ. അവന് നീ എന്റെ പെങ്ങൾ എന്താ ചെയ്തേ? ഞാൻ ശനിയെ ഫോളോ ചെയ്താൽ അഗസ്ത്യൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയും. ഞാനും വരാം. അഗസ്ത്യൻ, ഹലോ, ലോങ് ടൈം നോ സീ. ഹൗ ആർ യു ഡൂയിങ് മൈ ഫ്രണ്ട്? എവിടെടാ എന്റെ പെങ്ങൾ? ദേ നിൽക്കൂലൊരുത്തി, അവളോട് ചോദിക്കൂ. അവളാണ് നിന്റെ പെങ്ങളെ എനിക്ക് കൊണ്ടു തന്നത്. നിനക്ക് വേണ്ടത് ചിപ്പല്ലേ? അത് കിട്ടിക്കാണുമല്ലോ. എന്റെ പെങ്ങളെ വെറുതെ വിട്. ഇതാ നിന്റെ ചിപ്പ്. അവള് നിന്നെ മാത്രമല്ല എന്നെയും കൂടിയാ ചതിച്ചത്. ഇത് ഡ്യൂപ്ലിക്കേറ്റാ. നിന്റെ പെങ്ങൾ എവിടെയെന്ന് എനിക്കും അറിയില്ല. അവളെ ആരോ അവിടെ നിന്ന് കൊണ്ടുപോയി. ഇതാ നോക്ക്. അലൻ, അവരെ നോട്ട് ചെയ്യേ. ഇതും നിന്റെ പ്ലാൻ ആണെങ്കിൽ ഒരു വരവ് കൂടെ ഞാൻ വരും നിന്നെ കൊല്ലാൻ. ഈ പുല്ല, നീ വീണ്ടും എന്നെ പറ്റിച്ചല്ലേ? ജീവൻ, ഹേയ് കരയണ്ട, ഞാൻ വന്നില്ലേ? എന്ത് കോലമാടി നിന്റെ. അവര് നിന്നെ കൊല്ലാതെ കൊന്നല്ലോ. എൻ്റെ അച്ഛനും അമ്മയും അവരെവിടെയാന്ന് എനിക്ക് അറിയില്ല. പേടിക്കണ്ട, അവര് സേഫ് ആയിട്ട് എന്റെ കാറിൽ ഇരിപ്പുണ്ട്. വാ നമുക്ക് ഇവിടെ നിന്ന് പോകാം. അവരെ കുറിച്ചുള്ള വിവരം കിട്ടിയോ? കിട്ടി. മാനനായിട്ട് മൃദു ബ്രദേഴ്സാണ്. ഒരാൾ വർക്ക് ചെയ്യുന്നു, മറ്റൊരാൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അവരുടെ നമ്പർ പറയും. ഈ നമ്പറിൽ നിന്ന് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, എനിക്കൊരു കുഴപ്പമില്ല. ദേ ഇവരെന്നെ രക്ഷിച്ചേ. താങ്ക്സ് അലോട്ട്. താങ്ക്സ് ഒന്നും വേണ്ട സാർ. ഒരാളുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. അതറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. ചിപ്പ്, വാണി എവിടെ? അറിയില്ല. അറിയില്ലെന്നോ? അറിയില്ലെങ്കിൽ അന്വേഷിക്ക്. അങ്ങനെ ഒരുത്തിനെ നമ്മൾ കണ്ടിട്ടുമില്ല, പരിചയപ്പെട്ടിട്ടുമില്ല. എന്തൊക്കെയാ പറയുന്നേ? വാണിയും ചിപ്പ് എന്നെ ഏൽപ്പിച്ചത്. പാവത്തിന്റെ അച്ഛനും അമ്മയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവരെ രക്ഷിക്കാൻ ചെയ്തു പോയതാ. ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ പാരൻസിനെ അവൻ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. എന്തൊക്കെ ന്യായീകരിച്ചാലും ചതി, അത് ഞാൻ പൊറുക്കില്ല. പക്ഷെ വാണി പാവമാണ്. നിന്നെ ഒരിക്കലും അവൾ ചതിച്ചിട്ടില്ല വിൻ. ഒന്ന് ഓർത്തു നോക്ക്. അഗസ്ത്യ പറഞ്ഞിട്ടാണ് വാണി വന്നത്. പക്ഷെ അവൾ നിന്നെ ചതിച്ചിട്ടില്ല. തിരിഞ്ഞു നോക്ക്.